തിയറിയാണ് സൈക്കോ അനലിറ്റിക് തിയറി ബൈ ഫ്രോഡ്. അതായത് ഇതിലെന്താ പറയണമെന്ന് വെച്ചാൽ 3 കാര്യങ്ങളെ കുറിച്ചാണ് ഇദ്ദേഹം പറയണത്. അതായത് ഇവിടെ ഈ ഒരു തിയറി കൊണ്ടുവന്നത് സിഗ്മണ്ട് ഫ്രോഡ് ആണ്. ഇദ്ദേഹം ഒരു പേഴ്സണാലിറ്റീൻ്റെ മൈൻഡിനെ എങ്ങനെ ഓർഡർ ചെയ്ത് വെക്കണം എന്നുള്ളതാണ് ഇദ്ദേഹം പറയണത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഒരു പേഴ്സണലിൻ്റെ മൈൻഡ് എന്ന് പറയുന്നത് കോൺഷ്യസ്, അൺകോൺഷ്യസ് ആൻഡ് പ്രീ കോൺഷ്യൻസ്, ഈ 3 രീതിയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അതായത് ഇവിടെ അദ്ദേഹത്തിന് എന്തേ ഉണ്ടാവുള്ളൂ, കറൻ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പോൾ എന്താണ് അദ്ദേഹത്തിന് കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ടാകും, അതൊക്കെ അഗ്രി ചെയ്യാം. അതായത് അദ്ദേഹത്തിന് ഇപ്പോൾ കറൻ്റ്ലി ആയിക്കൊണ്ട് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണുള്ളത് അതൊക്കെ അഗ്രി ചെയ്യുക. ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന കാര്യങ്ങൾ മാത്രമേ ഈ കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവുള്ളൂ. അതായത് ആ ഒരു മൊമെൻറ്റിലുള്ളത് അത്ര ഉണ്ടാവുള്ളൂ. അത് നമുക്ക് പാസ്റ്റോ ഒന്നും അങ്ങനെ അധികം ഒരു ഓർമ്മ ഉണ്ടാവില്ല. കോൺഷ്യസ് മൈൻഡ് അറിയുമ്പോൾ ആ ഒരു മൊമെൻറ്റിലുള്ളതും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് അതൊക്കെ. രണ്ടാമത് പ്രീ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് കറൻ്റ്ലി അയാൾക്ക് നമ്മുടെ പാസ്റ്റിൽ നടന്നു പോയ കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേ നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ഹിൻ്റൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തുണ്ടാവും, ആ ഒരു കാര്യം ഓർമ്മ ഉണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്താ, നമ്മൾ ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുരുത്തക്കേട് കാട്ടിക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇപ്പോഴൊന്നും ആ ഒരു കാര്യം ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേ ഒരു ടൈമിൽ നമ്മൾ അമ്മ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഓർമ്മ കിട്ടും. അതാണ് എന്ത് പ്രീ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അൺകോൺഷ്യസ് മൈൻഡ്. അതായത് ഇവിടെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഡീപ്പായിട്ട് നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഹിഡൻ ആയിട്ട് വെക്കണ കുറച്ച് പാസ്റ്റുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഈ സെക്സ് ഹറാസ്മെൻറ്റ് അങ്ങനത്തെ ഒക്കെ അനുഭവിച്ച ആൾക്കാരൊക്കെ ഇതൊന്നും ഒരിക്കലും ഒരു പ്ലഷറബിൾ ആയിട്ടുള്ള ഒരു മെമ്മറീസ് ഒന്നുമല്ല. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹിഡൻ ആയിട്ട് ഡീപ്പായിട്ട് ഹൈഡ് ചെയ്ത് വെക്കണ കുറച്ച് മെമ്മറീസാണ്. അവരെന്താ കൂടുതൽ മറക്കാൻ ശ്രമിക്കുകയാണ്, പക്ഷെ അത് അവർക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അതാണ് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 രീതിക്കാണ് ഒരു പേഴ്സണിൻ്റെ മൈൻഡ് വരുന്നത്. അതിൽ തന്നെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു പേഴ്സണാലിറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ, ഈ 3 രീതിക്കാണ്. അപ്പോൾ ഇഡ് എന്ന് പറയുമ്പോൾ ഒക്കെ പ്ലഷർ പ്രിൻസിപ്പിളാണ്. അതായത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് അതായത് ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിൻ്റെ ഉള്ളിൽ ഇഡ് ഉണ്ടാവുക വെച്ചാൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്ലഷറിന് വേണ്ടി മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുക. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു പ്ലഷർ കിട്ടാൻ വേണ്ടി മാത്രം അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളൊന്നും അദ്ദേഹം അവിടെ മെയിൻ ആക്കൂല. അദ്ദേഹത്തിന് പ്ലഷർ കിട്ടുന്ന കാര്യങ്ങൾ മാത്രം അയാൾ അവിടെ ഇൻസ്റ്റൻ്റ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതാണ് ഇഡ്. അത് ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു സംഭവമാണ് എന്ത് ഇഡ്. ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു മൈൻഡാണ് ഇഡ്. അത് നമുക്ക് പ്ലഷർ തരാൻ വേണ്ടി മാത്രം നമ്മളെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നു. രണ്ടാമത് ഈഗോ. ഈഗോ എന്ന് പറയുന്നത് ഈ ഇഡും സൂപ്പർ ഈഗോയും തമ്മിലുള്ള ആ ഒരു കോൺവേഴ്സേഷനെ ഒന്ന് ഡിസിഷൻ മേക്ക് ചെയ്യണത് ഈ ഒരു ഈഗോ ആണ്. തേർഡ് സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മാലാഖ എന്നാണ് ഈ സൂപ്പർ ഈഗോനെ പറയുന്നത്. അതായത് എന്താ, ഇപ്പോൾ ഇതൊരു 3 to 5 വയസ്സിനുള്ളിലാണ് ഈ ഒരു സൂപ്പർ ഈഗോ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നത്. അതായത് ഇപ്പം എന്താണ്, നമ്മളൊരു കാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ ചെയ്യാതിരിപ്പിക്കലാണ് ഈ ഒരു സൂപ്പർ ഈഗോൻ്റെ പ്രവൃത്തി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഈ ഇഡിനും ഈഗോക്കും സൂപ്പർ ഈഗോക്കും ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു എക്സാം ഹാളിലാണ്. അപ്പോൾ ഈ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി പാസ്സാവാനുള്ള മാർക്ക് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഇഡ് അതായത് മനസ്സിൻ്റെ ഉള്ളിലുള്ള മൈൻഡ് പറയാണ് നിനക്ക് കൂടുതൽ മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ കോപ്പി അടിച്ചോ. അവിടെ എന്താണ് ആ ഒരു പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ട് ഇഡ് പറയാണ് നിനക്ക് കൂടുതൽ മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ മറ്റുള്ള ആരുടെ കോപ്പി അടിച്ചോ പറയും. അപ്പോൾ സൂപ്പർ ഈഗോ എന്ത് ചെയ്യും, അങ്ങനെ കോപ്പി അടിക്കാൻ പാടില്ല, അത് തെറ്റാണ്, ഒരു മൊറാലിറ്റിയാണ്. കാരണം സൂപ്പർ ഈഗോയുടെ മാലാഖയാണ്. നമ്മൾ പറഞ്ഞു മാലാഖ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് സൂപ്പർ ഈഗോ. അപ്പോൾ നീ അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ്, നിനക്ക് എന്താണോ അറിയണത് അത് എഴുതി വെക്കുന്നത് സൂപ്പർ ഈഗോ പറയും. അപ്പോൾ ഈ ഇഡിൻ്റെയും സൂപ്പർ ഈഗോൻ്റെയും ഇടയിലുള്ള ആളാണ് ആര്, ഈഗോ. നമ്മൾ പറഞ്ഞു ഇഡും സൂപ്പർ ഈഗോയും എന്ത് കോൺവെർസേഷൻ ഉണ്ടെങ്കിലും അതിനെന്ത് ചെയ്യണം, അതിനൊരു ഡിസിഷൻ മേക്ക് ചെയ്ത് ഈ ഈഗോ ആണ് അവിടെ എന്താണ് പ്രവർത്തിക്കേണ്ടത് തീരുമാനിക്കുക. അപ്പോൾ ഈഗോ എന്ന് പറയുന്ന റിയാലിറ്റിയാണ്.
അത് ഈ ഈഗോക്ക് എന്താണ്? ഓക്കെ, ഇതിപ്പോൾ മാം കണ്ട സീനാണ്, അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് അവിടെ എഴുതണോ എഴുതണ്ടേ വേണ്ട തീരുമാനിക്കുന്നത് ഈഗോ ആണ്. ഇനിയിപ്പോൾ അവിടെ ആ ഒരു കോപ്പി എടുക്കണ മാം കണ്ടില്ല, അത് കാണുകയാണെങ്കിൽ തന്നെ വലിയൊരു സീൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഈഗോ അവിടെ എഴുതി വെക്കും. അപ്പം അതാണ് എന്ത് പേഴ്സണാലിറ്റി തിയറിയിൽ ഈ 3 ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പേഴ്സണാലിറ്റി തിയറിയാണ് എറിക്സൺസ് 8 സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 0 to 1 ഇയർ. അതായത് ഒരു കുട്ടി ജനിക്കണ ആ ഒരു ഇയർ, ഇത് 0 to 1 ഇയർ. ആ ഒരു ഇയറിൽ കുട്ടി ആരാണ് ഡിപ്പെൻഡ് ചെയ്യണത്? അവരുടെ മാതാവിനെ ഡിപ്പെൻഡ് ചെയ്യണല്ലേ, മദറിനാണ് ഡിപ്പെൻഡ് ചെയ്യണത്. അപ്പോൾ അവർക്ക് എന്തുണ്ടെങ്കിലും ആ കുട്ടിക്ക് ഒരു ട്രസ്റ്റ് വരണം. ഇവിടുത്തെ ക്രൈസിസ് എന്ന് പറയുന്നത് ട്രസ്റ്റ് ആൻഡ് മിസ്ട്രസ്റ്റ് ആണ്. അതായത് ആ ഒരു മദർ ആ കുട്ടീൻ്റെ മേൽ വെക്കുന്ന കെയർ, ട്രസ്റ്റ്, ലവ് ഒക്കെ ആ ഒരു കുട്ടിക്ക്, ആ കുട്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് മദറിനെയാണ്. അപ്പോൾ ഇതൊക്കെ ആ ഒരു മദർ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് സ്വാഭാവികമായിട്ടൊരു ഹോപ്പ് വരും. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ നോക്കാൻ ഒരാളുണ്ട്, ഇങ്ങനൊരു മദർ എനിക്കുണ്ട്, ഒരു ഹോപ്പ് വരും. അപ്പോൾ ഇവിടെ ഈ ഒരു ഈഗോ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹോപ്പാണ്. അവിടെ ആ കുട്ടിക്ക് ഹോപ്പ് ഉണ്ടായി വരികയാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ആ കുട്ടിക്ക് ആ ഒരു മദറിനോട് ട്രസ്റ്റ് വരികയാണ്. മറിച്ച് ആ മദർ ഒന്നും ചെയ്യണില്ല, കുട്ടീനെ നോക്കണം, ഒന്നുമില്ല, കുട്ടീനെ വെറും കരയിപ്പിക്കുക, കുട്ടി കരഞ്ഞാലും ശ്രദ്ധിക്കണില്ല, ഒന്നും ചെയ്യാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ കുട്ടി എന്ത് ചെയ്യുന്നു? കുട്ടികൾ ട്രസ്റ്റ് ഇല്ലാത്തക്കണോ, മിസ്ട്രസ്റ്റ് ആവണോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ 1 to 3 ഇയർ. ഇവിടുത്തെ പീരീഡ് പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ അതായത് ഒരു കുട്ടി പിടിച്ചു നിൽക്കുക അല്ലെങ്കിൽ നടക്കുക, ആ ഒരു ഏജ്, ആ ഒരു പീരീഡാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു കുട്ടീനെ ഈ ഒരു സ്റ്റേജിൽ പോകുന്ന കുട്ടികൾക്ക് ഏറ്റവും ഉള്ള ഒരു ഇതെന്താ വെച്ചാൽ ക്യൂരിയോസിറ്റി ആയിരിക്കും. എല്ലാ കാര്യങ്ങളും ചെയ്യണം, ആ ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവരുടെ ഡ്രസ്സ് അവരുടെ സ്വന്തമായിട്ട് ഇടുക, ചെരുപ്പ് സ്വന്തമായിട്ട് ഇടുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും സ്വന്തമായിക്കൊണ്ട് തന്നെ ചെയ്യണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും പാരൻസ് അത് ഓക്കെ മോൻ ചെയ്തോ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഒരു വില്ലാണ്. ഇവിടുത്തെ ഈക്കോ സ്ട്രക്ചർ എന്ന് പറയുന്നത് വിൽ, ലൈക്ക് എന്നെക്കൊണ്ട് കഴിയും. അപ്പോൾ ഇവിടുത്തെ ക്രൈസിസ് എന്ന് പറയുന്നത് ഓട്ടോണമി vs ഷെയിം ആൻഡ് ഡൗട്ട്. അതായത് ആ കുട്ടീനെ കൊണ്ട് കഴിയും. ഇപ്പോൾ പാരൻസൊക്കെ സമ്മതിച്ചു ആ ഒരു കുട്ടിയിട്ടാണെങ്കിൽ അവിടെ ഒരു ഓട്ടോണമി വന്നു. മറിച്ച് പാരൻസ് അതൊന്നും ചെയ്യണ്ട, ഞാൻ ഡ്രസ്സ് ഇട്ടെന്നോളാം, അങ്ങനെ അതിനെ അവിടെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു കുട്ടീൻ്റെ മൈൻഡിൽ ഇങ്ങനെ തോട്ട് വരും, എന്താ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റൂലേ, ഇത്രക്കും ഷെയിം ആയിട്ടുള്ളൊരു കാര്യമാണോ, അങ്ങനത്തെ ഒക്കെ തോട്ട് വരും. അപ്പോൾ ഇതാണ് ഏർലി ചൈൽഡ്ഹുഡ് പീരീഡ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റേജാണ് പ്രീ സ്കൂൾ. അതായത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ഉള്ളത്. ഇവിടുത്തെ ക്രൈസിസ് എന്ന് പറയുന്നത് ഇനീഷ്യേറ്റീവ് vs ഗിൽട്ട്. അതായത് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നല്ല ഫുൾ ടൈം കളിക്കുക എന്നുള്ള ആ ഒരു വിചാരം മാത്രമുള്ള ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കളിക്കാൻ ഓപ്പോസിറ്റുള്ള ആൾ ഫാമിലി ആയിക്കോട്ടെ, റിലേറ്റീവ് ആയിക്കോട്ടെ, ആരായാലും കുഴപ്പമില്ല, ഇവർക്ക് എപ്പോഴും കളിക്കുക എന്നുള്ള ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ടൈം ക്വസ്റ്റ്യൻ, ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ഏജ് കാലഘട്ടമാണ് ഈ ഒരു 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ആ ഒരു പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഇവർക്ക് അതിനുള്ള ആൻസേഴ്സൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്കൊരു പർപ്പസ് കിട്ടും. അതാണ് ഇവിടുത്തെ ഈഗോ സ്ട്രക്ചർ. അതായത് അവർക്ക് എന്ത് ചോദിക്കണം, എന്ത് ചോദിക്കണ്ട എന്നുള്ള ആ ഒരു പർപ്പസ് കിട്ടുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ആയിരിക്കും അവർ കൂടുതൽ എല്ലാ കാര്യങ്ങളും പഠിച്ചു വരിക, എല്ലാ കാര്യങ്ങളും തീരുമാനം എടുക്കാനും ഒക്കെ ഒരു മുൻഗണന എടുക്കുന്നത് ഈ ഒരു കാലത്തെയാണ്. അപ്പോൾ അതിനൊക്കെ പാരൻസ് എന്ത് ചെയ്യാണ്, അവരെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇനീഷ്യേറ്റീവ് ക്രൈസിസ് ഉണ്ടാവുന്നു. മറിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കാതെ നിൽക്കുകയാണെങ്കിൽ ഗിൽട്ട്. ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുമ്പം പാരൻസ് അതിനൊക്കെ അവഗണിച്ച് കളയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തോട്ട് വരും, ഇത് ഇത്രക്കും മോശമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണോ, ഇവരെന്താ എനിക്കൊന്നും പറഞ്ഞു തരാത്തത്, എന്നെ കൊണ്ടൊരു ഉപയോഗവും ഇല്ലേ, അങ്ങനെ ഒരു ഫീൽഡ് വരും. അപ്പോൾ ഇതാണ് തേർഡ് സ്റ്റേജിൽ. ഫോർത്ത് സ്റ്റേജിൽ ക്രൈസിസ് പറയുന്നത് ഇൻഡസ്ട്രി vs ഇൻഫീരിയോറിറ്റി ആണ്. അതായത് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ, അത് സ്കൂൾ ഏജ്. ഈ ഒരു സമയത്താണ് അവരെല്ലാം പഠിക്കാനൊക്കെ ലൈക്ക് പ്രാപ്തരാവുന്ന ആ ഒരു ടൈം എന്ന് പറയണത്. ഈ ഒരു ടൈമിൽ അവരെന്ത് ചെയ്യാണ്, ഇങ്ങനത്തെ കോമ്പറ്റീഷൻസ് ഒക്കെ വരുമ്പോൾ അതിലൊക്കെ പ്രോത്സാഹിച്ച് അതിലൊക്കെ പങ്കെടുത്ത് വിജയിക്കണ ഈ ഒരു കാലഘട്ടമാണത്. അതിലൊക്കെ പാരൻസും ടീച്ചേഴ്സൊക്കെ അവരെ എന്താണ് പ്രോത്സാഹിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുന്നു,
ലൈക്ക് അവർക്ക് ഇതിൽ ഇനിയും കളിച്ച് ജയിക്കണം, ഇനിയും ഓരോ മത്സരങ്ങൾ പങ്കെടുക്കണം എന്നുള്ള ഒരു തോട്ട് വരും. അതാണ് എന്ത് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. മറിച്ച് ഇതൊന്നും പ്രോത്സാഹിപ്പിക്കണില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഇൻഫീരിയോറിറ്റി വരും, കോമ്പിറ്റൻസ്. ഇതാണ് അവിടുത്തെ ഈഗോ സ്ട്രക്ചർ. നെക്സ്റ്റ് 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെ, അതായത് അഡോളസെൻസ്. അതായത് ഈ ഒരു ഏജ് മുതലാണ് വളരെ യങ് സ്റ്റേജാണ്. ഈ ഒരു ഏജ് മുതലാണ് കുട്ടികളെ കൂടുതൽ ഈ പാരൻസൊക്കെ സൂക്ഷിക്കേണ്ട ആ ഒരു ടൈം എന്ന് പറയുന്നത്. വളരെ മറ്റുള്ള, അതായത് ഇപ്പോൾ ഈ മീഡിയയിലൊക്കെ ഇൻഫ്ലുവൻസ് ആയിക്കൊണ്ട് ഇങ്ങനെ പോകുന്ന ഈ ഒരു കാലഘട്ടമാണ് ഈ 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെ കുട്ടികൾ. അതാണ് ഒരു പറഞ്ഞാൽ കേൾക്കാത്ത സമയം എന്നൊക്കെ പറയുമല്ലോ അല്ലേ. അതുപോലെ തന്നെ ഒരു ഏജ്, ഈ ഒരു പീരീഡ് 12 വയസ്സ് മുതൽ 18 വയസ്സുള്ള ആ ഒരു പീരീഡ് ഇതിൽ ഉൾപ്പെടുന്നു. അതായത് എന്ത് പറഞ്ഞാലും അനുസരിക്കാത്ത, തന്നിഷ്ടമായിക്കാണ് നടക്കണം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്ത് ഈ പാരൻസൊക്കെ നല്ല രീതിയിലോട്ട് കുട്ടികളെ ശ്രദ്ധിക്കണം. അതാണ് പറയണത്. അതായത് കുട്ടികൾക്കൊരു ഐഡൻറ്റിറ്റി, ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്നുള്ള ആ ഒരു ചിന്ത ഈ ഒരു കാലഘട്ടത്താണ് വരിക. അങ്ങനെ അവർക്ക് അവരെ മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ ഐഡൻറ്റിറ്റി എന്ന ക്രൈസിസ് ഉണ്ടാകുന്നു. മറിച്ച് അവർക്ക് അവരെ മനസ്സിലാക്കാൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു കൺഫ്യൂഷൻ. അതായത് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് അവർക്ക് ഏത് ജെൻഡറാണ് നമുക്കെല്ലാം മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ പല രീതിക്കുള്ള ജെൻഡേഴ്സ് ഉണ്ട്, ട്രാൻസ്ജെൻഡർ, ഇത് പറഞ്ഞ ബൈസെക്ഷൽ, അങ്ങനെ കുറേ ജെൻഡേഴ്സ് ഉണ്ടല്ലേ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്താണ് അവർ എന്താണ്, അവരാരാണ്, അവരെങ്ങനത്തെ ഒരാളാണ് എന്ന് മനസ്സിലാക്കിയെടുക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു, അവർക്ക് മനസ്സിലാക്കിയാൽ സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഐഡൻറ്റിറ്റി ഉണ്ടാകും. പക്ഷേ സക്സസ് ആവണില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഐഡൻറ്റിറ്റി കിട്ടൂല. അപ്പോൾ ഇവിടെ അവർക്ക് ഇടുന്ന ഈഗോ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫെഡിലിറ്റിയാണ്. നെക്സ്റ്റ് സ്റ്റേജ് പറയുന്നത് ഇൻറ്റിമസി വിയസ് ഐസൊലേഷൻ. അതായത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള സ്റ്റേജാണ്. അതായത് യങ് അഡൽട്ട്ഹുഡ്. ഇവിടെ എന്താണ്, അങ്ങനെ നമ്മളിവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ റിലേഷൻഷിപ്പ്, ഫ്യൂച്ചറിലോട്ടുള്ള എല്ലാ കാര്യങ്ങളും, അവരുടെ റിലേഷൻഷിപ്പ്, നല്ലൊരു സ്റ്റേബിളായിട്ടുള്ള ജോലി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളോട് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതായത് അവർക്ക് ഇനി ഫ്യൂച്ചറിലോട്ട് ഒരു പങ്കാളിനെ വേണം, ഒരു റിലേഷൻഷിപ്പ് വേണം എന്നുള്ള കാര്യം. അപ്പം അങ്ങനെ അവർ അതൊക്കെ അന്വേഷിച്ച് പോയി നല്ലൊരു പങ്കാളിനെ സക്സസ് ആയി കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അത് അവിടെ ഇൻറ്റിമസി ആകുന്നു. പക്ഷെ അവരുടെ റിലേഷൻ ഫെയിൽ ആവാന്നുണ്ടെങ്കിൽ അവിടെ ഐസൊലേഷൻ ആകുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ ഈഗോ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലവ് ആണ്. നെക്സ്റ്റ് സ്റ്റേജിൽ ജനറേറ്റിവിറ്റി വിയസ് സ്റ്റാഗ്നേഷൻ. അതായത് 40 വയസ്സ് മുതൽ 65 വയസ്സ് വരെ, അതായത് മിഡിൽ അഡൽട്ട്ഹുഡ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഫ്യൂച്ചറിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കിട്ടി സെറ്റിലായതിനു ശേഷം ഇവരിവിടെ ജീവിച്ചിരുന്നു എന്നുള്ളൊരു മാർക്ക് ഉണ്ടാക്കി വെക്കണം. അതായത് ഇപ്പോൾ ചില പാരൻസിനൊക്കെ എങ്ങനെ വെച്ചാൽ തൻ്റെ കുട്ടികളെ നല്ല രീതിയിലോട്ട് വളർത്തി അവരെ നല്ല രീതിക്ക് പഠിപ്പിക്കണം. ആ രീതിയിൽ ചിലർക്ക് വർക്ക് ചെയ്തിക്കണം, അത് സോഷ്യലി സോഷ്യലി എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ആളുകൾ അറിയും, ആ ഒരു രീതിയിലോട്ട് കൊണ്ടുവരണം. അതായത് തൻ്റെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞിട്ട് അവസാനം താൻ ഈ നാട്ടിൽ ഈ ഒരു ലോകത്ത് ജീവിച്ചിരുന്നു എന്നുള്ളത് മറ്റുള്ള ആളുകൾ അറിയണം എന്നുള്ളത് കാരണം സൊസൈറ്റിയിലൊക്കെ അവർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നു. അപ്പോൾ അവിടെ സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ജനറേറ്റിവിറ്റി ഉണ്ടാകുന്നു, അതായില്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ കെയർ ആണ് ഈക്കോ സ്ട്രക്ചറേക്കാണ് വരുന്നത്. നെക്സ്റ്റ് 8ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 65 വയസ്സ് ടു ഡെത്ത്. ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ ക്രൈസിസ് പറയുന്നത് ഇൻറ്റിഗ്രിറ്റി വിയസ് ഡെസ്പയർ. അതായത് ഇവിടെ 65 വയസ്സായ പിന്നെ അദ്ദേഹത്തിന് ഒരു കാര്യം ചെയ്യാനുള്ള പ്രാപ്തി കുറഞ്ഞുകൊണ്ട്, ഒരു ആരോഗ്യം പ്രാപ്തിയും ഒക്കെ കുറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇയാളെ പാസ്റ്റിലോട്ട് ചിന്തിക്കുക, താൻ എന്തൊക്കെ ചെയ്തു, തൻ്റെ പാസ്റ്റിലുള്ള കുടുംബം, ഫാമിലി, ജോബ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പാസ്റ്റിലോട്ട് കണ്ണൊടിച്ച് വിടുകയാണ്. താൻ എന്തൊക്കെയൊക്കെ ചെയ്തു, താൻ ചെയ്തതൊക്കെ ശരിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ താൻ ചെയ്തതൊക്കെ ശരിയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഇൻറ്റിഗ്രിറ്റി വരുന്നു. മറിച്ച് അവിടെ ശരിയല്ല എന്നുണ്ടെങ്കിൽ ഡിസയർ. ഇനിയിപ്പോൾ അത് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല, കാരണം ഇനി ചെയ്ത് തീർക്കാനുള്ള ഒരു പ്രാപ്തി ഒന്നും അദ്ദേഹത്തിന് ഇല്ലേനും അധിക കാലം ഇല്ലേനും. അപ്പോൾ അവിടെ അയാൾ ആ പാസ്റ്റിൽ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഈഗോ സ്ട്രക്ചർ എന്ന് പറയുന്നത് വിസ്ഡമായിരുന്നു. അപ്പോൾ ഇതാണ് എറിക്സൺ പറയുന്ന 8 സ്റ്റേജ്. ഒരു വ്യക്തി എന്നുള്ള ആ ഒരു സ്റ്റേജ് മുതൽ അങ്ങ് ഡെഡ് ആവാനുള്ള സ്റ്റേജ് വരെയുള്ള ആ ഒരു 8 സ്റ്റേജുകളാണ് അദ്ദേഹം ഈ ഒരു തിയറിയിൽ, പേഴ്സണാലിറ്റി തിയറിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 2 തിയറികളാണ് പേഴ്സണാലിറ്റീൻ്റെ തിയറീസ് ആയിട്ട് വരുന്നത്.